ഡേ 3 വേണം ഇനി. സോറി, ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ഷോർട്സിന്റെ പോലെ പോയി. ഡേ 3 സ്റ്റാർട്ട്സ് at 6 AM. അവിടുന്ന് സൂര്യ തന്നെ ഇനി ഈ ആംഗിൾ പിടിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ആംഗിൾ ഏരിയ കേട്ടോ. നല്ലൊരു ഫോട്ടോ ആക്റ്റീവ് അല്ലെങ്കിലും എനിക്ക് പലതും അറിയാം. നല്ല കഴിവുള്ള കുട്ടിയൊരു കഴിവേറിയാണ്. അപ്പൊ നമ്മള് നേരത്തെ 6 മണിക്ക് എണീച്ചു. നമ്മള് പോവാറില്ലേ? നമ്മള് പോയിട്ട് വേണം വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. സമയം ഇപ്പൊ 7:30. അപ്പൊ നമ്മളിനി നേരെ ബീച്ച്. ഇതാണ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്. എന്താ ലുക്കില്ലേ നോറ? ബോയ് ഹോംസിന്റെ സിഗ്നേച്ചർ വർക്കല്ല. നമ്മളിപ്പോ ക്ലിഫിലേക്കുള്ള പോവാണ്. സൗത്ത് ക്ലിഫ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളിപ്പോ സൗത്ത് ക്ലിഫിലെത്തി. ബീച്ചിന്റെ സൈഡില് ഇതാണ് ബീച്ച്. സാധാ ബീച്ച് പോലുണ്ടല്ലോ അത്. ക്ലിഫ് കാണണം. ക്ലിഫ് ആണെങ്കിൽ അപ്പുറത്ത്. നമസ്കാരം. ലിനുവിന് എന്തൊരു സങ്കടം. അത് തിരമാലകൾക്കൊപ്പം നോറ. അത് നോറയാടുന്നു കൂടെ കടല് പാടുന്നു. നോറിന്റെ മറ്റേ ഡയലോഗ് എന്ന് പറയും. അല്ല എന്താ പാർത്തത് ഡാൻസ്. നോറയുടെ കളികൾ കള പോകുന്നു. അല്ല, ഞാൻ നോറയോട് പറയുന്നത് ഈ ബിഗ് ബോസിൽ ഈ ഒരു സാധനങ്ങള് കുറച്ച് കോമഡി ഐറ്റംസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നോറ ഭയങ്കര രസമായിരുന്നു. ഞാൻ അവസാനത്തെ ഒരാഴ്ച ആയപ്പോഴേക്കും ഒന്ന് ചിരിക്കാനും കളിക്കാനും തുടങ്ങി. അപ്പൊ തന്നെ ഇതല്ല വേണ്ടത്. നീ കരഞ്ഞ് കഷ്ടപ്പാടിലൂടെ പോ. നീ സന്തോഷിക്കാൻ പാടില്ല ഇവിടെ. പക്ഷെ ഞങ്ങളിത് ഫുൾ എൻജോയ് ചെയ്തിട്ടോ. ഇന്നലത്തെ നമ്മളെ നൈറ്റ് അടിപൊളിയായിരുന്നു അല്ലെ ലിനു? ഇന്നലത്തെ നൈറ്റ് അടിപൊളിയായിരുന്നില്ലേ? സമയം 8 മണി. നമുക്കിനി ആ ഭാഗത്തേക്കൊന്ന് പോകണം. കുറച്ച് ടാസ്ക് ഉണ്ട്. സോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കട്ടെ. അതെ. എന്നിട്ട് ബീച്ചിന്റെ സൈഡിൽ നിന്ന് വന്നപ്പോ ആ ചേച്ചീനെ തട്ടി മാറ്റിട്ട് ഇവിടെ നോറ മസ്കാൻ ഇരിക്കുന്നു. അങ്ങനെ മതി. വായ തുറക്കണ്ട. കാക്ക അല്ല ഇതെന്താണ്? ഇതെന്ത് ചെടിയാ? കഴിക്കുന്ന കൊണ്ടാ എന്താണ് മതി ഒറ്റപ്പിള്ള സ്ട്രാറ്റജി. അപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിൽ നിന്നൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. ഒന്ന് കുളിച്ചു. സോറി, റൂമില് നമ്മളെ സ്വന്തം വീട് പോലെയല്ല നമ്മൾ നോക്കേണ്ടത്. ഇവരൊന്നും കുളിച്ചില്ല കേട്ടോ, ഞാൻ മാത്രമേ കുളിച്ചുള്ളൂ. അപ്പോ ഞാൻ ഇന്ന് കുളിച്ചു. ഇന്ന് ഞായറാഴ്ചല്ലേ കുളിക്കണ്ടേ ചേച്ചി കുളിച്ചത്. എന്താ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാ. നമുക്ക് കുറച്ച് വാട്ടർമെലൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിച്ച് പാക്ക് ചെയ്തിട്ട് നേരെ ഇറങ്ങും. നമ്മൾ നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് മെൻഷൻ ചെയ്യണോ? ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോവളം, പൂവാർ എന്നീ സുന്ദരമായ സ്ഥലങ്ങളിൽ പോകും. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഒരു ഔട്ട്ഡോർ. ഓക്കെ, നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്യാണ്.
നമ്മുടെ വർക്കലയിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ്. ഇവിടെ എല്ലാവരും കാര്യമായിട്ടുള്ള അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. നോറുണ്ട്, നോറ ഓൾറെഡി പറഞ്ഞതാണല്ലോ നോറയിൽ ലിനുണ്ട്. അപ്പോൾ അവിടെ നോറ ഫുൾ പാക്റ്റാണ്. നമ്മൾ നേരെ കോവളത്തിലേക്കാണ് പോകുന്നത്. നോറയെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല, നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ആ കുട്ടിക്ക് ഒട്ടും വയ്യ. അതുകൊണ്ട് വയ്യാത്തോണ്ട് ഞങ്ങൾ പോവാണ്. നോറയ്ക്ക് ഇവിടെ നിൽക്കാൻ വയ്യ പറഞ്ഞു. ഞങ്ങൾ നോറനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കോവളത്തിലേക്ക് പോവാണ്. അങ്ങനൊന്നും പറയല്ല, ആൾക്കാർ തിരിച്ചിരിക്കും. അയ്യോ ലീവിനെ കാണല്ലേ കൊക്ക്. ഞാൻ അവിടെ പോയി വീഡിയോ ഫോട്ടോ അല്ല കുറച്ച് വീഡിയോ എടുക്കാം. ലിനുസ്കറിയ ഇവിടെ കുറച്ച് കൊറ്റികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പൂളുണ്ട്. പിന്നെ അവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് ഇരിക്കാൻ പറ്റിയത്. ചെയറിട്ടുണ്ട്, മരത്തിന് താഴെ ഊഞ്ഞാലുണ്ട്. ഇത് പ്രോപ്പർട്ടി മൊത്തം പറഞ്ഞാൽ ഇങ്ങനെയാണ്. മറ്റേ എന്താ പറയുക, ഈ സിനിമയിൽ നിവിൻ പോളിൻ്റെ സിനിമയിൽ കയറാൻ നിൽക്കുന്ന നിവിൻ പോളിൻ്റെ പോലെ ഉണ്ട് നോറേനെ കണ്ട. ആളൊരു കോമഡി പീസ് സത്യം പറഞ്ഞു. അപ്പോൾ നമ്മളെങ്ങനെ സക്സസ്ഫുള്ളി ആദിശക്തി നമ്മൾ ആയുർവേദ വില്ലേജിലെത്തിണ്ട്. നോറയ്ക്ക് അത്രയും വയ്യ, മുട്ട് തേയ്മാനം, സ്റ്റെപ്പ് കയറിയ മസിൽ വേദന, അങ്ങനെ ഇങ്ങനെയുണ്ട് ഫുള്ള് പ്രശ്നങ്ങള്. ഞങ്ങൾ സക്സസ്ഫുള്ളി ട്രാവൻകൂർ അല്ല ആദിശക്തി ആയുർവേദ വില്ലേജിലെത്തിയിട്ട് റിസോർട്ടില്. വീണ്ടും കണ്ടുമുട്ടല്ലോ. നമ്മളെ ഇവിടെ വെച്ച് കണ്ടിരുന്നല്ലോ വർക്കലയില്. നമ്മൾ ഇന്ത്യൻ കോളേജിൽ നമ്മൾ പോവാറിച്ച് കാണും. അത് കുഴപ്പമില്ല. അപ്പൊ നമ്മളിവിടെ എന്താ പറയാ ആദിശക്തി റിസോർട്ടിലൂടെ എത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി എസ്തെറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പറഞ്ഞോളൂ. നമ്മുടെ പ്ലാന് രാവിലെ 6 മണിക്ക് എന്തോ നടക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ പ്രൂഫ് വാങ്ങിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് 7:30 മണിക്ക് ഇവര് 3 പേര് എണീറ്റു. ഞാൻ ഇതിനകത്ത് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ ഓട്ടോക്ക് എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? ഞാൻ ഒരുങ്ങാനുള്ള ടൈം, ഒരു ബാത്റൂം അവിടെ ഉണ്ടാവും. ഞാൻ ഒരുങ്ങാനുള്ള ടൈം, ഇവൾ ഒരുങ്ങാനുള്ള ടൈം, നിങ്ങൾ അപ്പൊ എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ എന്റെ അടുത്ത് 6 മണി എന്ന് പറഞ്ഞു. 6 മണിക്ക് എണീച്ചു അതാ പറഞ്ഞു. 6 മണിക്ക് എണീച്ചു. പിന്നെ ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് 7 മണി. എത്ര ഇന്നലെ ഇട്ടിരുന്ന ഉടുപ്പാണ് ഇട്ടിരുന്നത്. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇങ്ങനെ വേറെ വണ്ടിയിൽ കയറിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഞങ്ങളങ്ങനെ എന്താ ഇത് ഞാൻ എപ്പോഴും പേരുണ്ട് മാറും. ആദിശക്തി ലെഷ്വർ വില്ലേജ് റിസോർട്ടാണ്. ആയുർവേദ സ്പാ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് റിസോർട്ട്. റിസോർട്ടിൽ ഇവിടെ നമ്മളെ കൊണ്ടാക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ദിയച്ചേച്ചിയാണ്. ദിയാസന ഇവിടെ ഉണ്ട്. ദിയാസന അവിടെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ബ്രോണ്ട് അവിടെ കണ്ടു. സജനത്ത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സജനത്ത ഭയങ്കര സ്പായും മസാജും ചെയ്തോണ്ടിരിക്കുകയാണ്. സജന ഫിറോസ് എന്ന് പറയുന്ന ആൾക്കാരുടെ മക്കളാണ് ഇവര്. ഇവരുടെ കുട്ടീന്റെ ബർത്ത്ഡേ ഒന്നുമല്ലേ. തോണിയിലാണ് ഫുഡൊക്കെ വെച്ചിട്ട് സാധനം. ഇത് ബുഫയാണ് ഇവിടെ ഉണ്ടാക്കി. അങ്ങനെ സ്റ്റൈല് തോന്നുന്നു. ഇത് തവ, ഇതല്ലേ തവ? തവ, ഇത് ഫ്രൈഡ്, അത് സ്കിഡ്. നോറ ഡൊറോത്തി. അട്ട പോറെ നമുക്ക് എനിക്ക് എക്സ്ക്ലൂസീവ് തരണേ. നമ്മുടെ പ്രൈവറ്റ് പൂൾ വില്ലയാണ് അല്ലേ, റൂമാണ്. നൈസ് റൂം, പ്രൈവറ്റ് പൂളാണ്. നമുക്ക് ഭയങ്കര പ്രൈവസി ഉണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. വലിയ ഗർത്തമില്ല. ഇതാണ് നമ്മുടെ റൂം. ഇല്ല
വാഷ്റൂം, വേറെ റൂം. ഇവിടെ നിന്നാണ് നമ്മൾ ബാൽക്കണി വ്യൂ. ഇതാണ് എൻട്രൻസ്. അപ്പൊ നമ്മള് പ്രോഗ്രാമിന് പോവാണ്. എന്താ പൂവാർ ഐലൻഡില് ഹെലികോപ്റ്റേഴ്സ്. നമ്മളിപ്പോ ഒരുങ്ങിയിട്ട് റെഡി ആയിട്ട് പൂവാർ ഐലൻഡിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രാത്രി കുറച്ച് നൈറ്റ് പാർട്ടികളുണ്ട്. നമസ്കാരം. നമ്മൾ എങ്ങോട്ടാ പോണ്? ഉയരമുള്ള മലയുടെ മുകളിൽ പാലം. അത് വലിയ സ്ഥലമാണ്. നീലക്കുളം. അട്ടപ്പുറം. ഉയരമുള്ള മല. ഇത് മല. ഇതൊക്കെ ഞങ്ങളുടെ ഓർമ്മകളാണ്. പൂവാറിലേക്ക് പോണ വഴി. ഇവിടെയാണ് ഞങ്ങൾ കയറിയ സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യം ആര്യ സിബിന്റെ മാരേജിന് ഇവിടെയൊന്നും ഞങ്ങൾ കയറി. ജോസേട്ടന്റെ സ്ഥലത്ത്. ഞങ്ങളെ ഓർമ്മകളായവർക്കല്ലേ. ഇവിടൊക്കെ ഞാൻ എത്ര കണ്ടതാണ്. അതെ. ചെറുപ്പം മുതൽ ഞാൻ പിച്ച വെച്ച് നടന്നതാണ്. ഞാൻ വന്ന് അങ്ങനെ അടിക്കേണ്ടി വരുന്നത്. കുട്ടികളാണോ? മനസ്സിലായി മനസ്സിലായി. അതെ അതെ. അഴിമുഖം. അപ്പൊ അപ്പുറത്തോട്ടില്ല. നോറയ്ക്ക് മനസ്സിലായോ? അത് അപ്പുറത്തോട്ടില്ല. നിങ്ങൾക്കുണ്ടല്ലോ അവിടെ. അത് അത് വേണം. ആ വെളിച്ചം ഉണ്ടെങ്കിൽ അത് പറ്റും. അത് നോക്കിട്ട് അല്ല ഞാൻ ഇടയിൽ കൊടുത്ത. അല്ല മോളെ, എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? അവിടെ ഇരുന്ന ഫസ്റ്റ് എത്തും വിചാരിച്ചിട്ടാണോ? അവിടെ ഇരുന്നാൽ ഫസ്റ്റ് എത്തുന്ന വിചാരിച്ചിട്ടാണോ? നമ്മളൊരു നിഗൂഢമായ വഴിയിലൂടെ, വിജനമായ വഴിയിലൂടെ പോവാണ്. എന്താ ഒന്നും മനസ്സിലാവില്ല. എവിടെ പോണ്? ഇത് കണ്ടൽക്കാടുകളല്ലേ. ആക്ച്വലി ഇതാണ്ട് ഇരുട്ടത്ത് പെട്ട് നമ്മളെവിടെയോ ട്രാപ്ഡ്.